പക്ഷേ നമ്മളൊരു ബോംബ് ഉണ്ടാക്കുമ്പോൾ അത് പറ്റില്ലല്ലോ. ഓക്കെ, റെഡി, 1 2 3. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മാസ്റ്റർ പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ബോംബാണ്, അതായത് സ്മോക്ക് ബോംബ്. ഈ ഒരു ബോംബ് ഈ കാണുന്നതൊക്കെ സ്മോക്ക് ബോംബുകളാണ്. ഇത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതായത് നമ്മൾ പബ്ജി കളിക്കുന്ന സമയത്ത് നമുക്ക് കാണാറുണ്ടാവും സ്മോക്ക് ബോംബൊക്കെ നമ്മൾ ഇടാറുണ്ട്. അതായത് ഈ ഒരു ബോംബ് ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഫുള്ള് പുകയായിരിക്കും, പൊട്ടിത്തെറിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ഫുള്ള് പുകയായിരിക്കും. അതുപോലെ തന്നെ മൂവികളിലൊക്കെ കാണാറുണ്ട്. അതേപോലത്തെ ഒരു സംഭവം നമുക്ക് വേണമെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു സംഭവമാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ഫുള്ള് കുറച്ച് മരുന്നും കാര്യങ്ങളൊക്കെ നിറച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തിരി ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, തീയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ റിങ് വലിച്ചു കഴിഞ്ഞാൽ തന്നെ അത് പൊട്ടി പോയിക്കോളും. അതായത് ഇത് വലിക്കുക, അതുപോലെ തന്നെ പുറത്തേക്ക് കയറിയ ആ സമയത്ത് അവിടെ ഫുള്ള് സ്മോക്ക് ആയിരിക്കും. അപ്പോൾ ഇനി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പ് മറ്റൊരു കാര്യം പറയാം, കുട്ടികൾ ആരും ഇത് ചെയ്ത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് നമ്മുടെ വീഡിയോ ഒന്ന് വാച്ച് ചെയ്താൽ മതി. അതുപോലെ തന്നെ അഥവാ ഇനി നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ രക്ഷിതാക്കളുടെ മുന്നിൽ ഇരുന്നു കൊണ്ടൊക്കെ ചെയ്യട്ടോ. അപ്പോൾ ഇനി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് വിട്ടാലോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ കേസ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളാണ് ഒക്കെ നമുക്ക് കിട്ടുന്ന സംഭവങ്ങൾ തന്നെയാണ്. അതായത് ഒരു കത്രിക എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു A4 ഷീറ്റ് ഉണ്ട്. A4 ഷീറ്റ് കൊണ്ടാണ് നമ്മൾ അതിൻ്റെ ആ ഒരു കേസ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് വെച്ചിട്ട് റോൾ ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഇനി ഇതിലേക്കാളും സിമ്പിളായിട്ട് നമുക്ക് ഇതുപോലത്തെ ചെറിയ റോളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതിപ്പോൾ നമ്മുടെ അലുമിനിയം ഫോയിലിൻ്റെ ആ ഒരു ബാലൻസ് വരുന്ന സംഭവമാണ്. അതുപോലത്തെ പല സംഭവങ്ങളുണ്ടാവും. അതൊക്കെ എടുത്തു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ നമുക്ക് വേണ്ടത് തീപ്പെട്ടിയാണ്. ഒരു 4-5 തീപ്പെട്ടി എടുക്കുക. പിന്നെ റബ്ബർ ബാൻഡ്, അതുപോലെ തന്നെ കുറച്ച് വള എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്തിനാന്നൊക്കെ നമുക്ക് തുടർച്ചയായിട്ട് പറയാം കേട്ടോ. അതായത് ഇത് നമുക്ക് വലിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കത്തിക്കുകയാണെങ്കിൽ പിന്നെ അതൊരു പടക്കമായി മാറും. അപ്പോൾ നമുക്ക് തീ കൊണ്ട് കത്തിക്കുന്ന പരിപാടിയൊന്നുമില്ല. ജസ്റ്റ് നമുക്ക് ഇതൊന്ന് വലിച്ചു കഴിഞ്ഞാൽ തന്നെ അത് പൊട്ടിത്തെറിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വള എടുത്തിട്ടുണ്ട്. പിന്നെ മാസ്കിംഗ് ടാപ്പ്, ഏതെങ്കിലും ഒരു ടാപ്പ് എടുക്കുക. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് ആദ്യം വേണ്ടത്. ആദ്യം തന്നെ നമുക്ക് ആ കേസ് ഒന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ 2 A4 ഷീറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 A4 ഷീറ്റ് വെച്ചതിന് ശേഷം ഈ ഒരു കുപ്പിയിൽ നമുക്ക് ഇങ്ങനെ റോൾ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ചെറിയ റൗണ്ടിലുള്ള ഒരു റോളായി കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുപോലത്തെ 2-3 ഉണ്ടാക്കണം കേട്ടോ. ഇതുപോലെ ചെയ്യുക. അതിന് ശേഷം ഒന്നും കൂടി മടക്കുക. ഒരു 4 ഷീറ്റായിട്ട് 4 ലെയറൊക്കെ ആയി വെച്ച് കഴിഞ്ഞാൽ നല്ല കട്ടി ഉണ്ടാവും. ഇനി ഇതാ ഇവിടെ വെച്ച് തന്നെ നമുക്ക് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതേപോലെ ഒരു 4-5 സെറ്റ് ചെയ്യാം. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് ഇതിൻ്റെ 2 സൈഡിലേക്കും ഓരോ അടപ്പാണ്. അതായത് റൗണ്ട് ഷേപ്പിൽ ഇതേ ഷേപ്പിൽ തന്നെ നമുക്ക് 2 അടപ്പ് ഉണ്ടാക്കിയെടുക്കണം. അപ്പം ഇതേപോലെ തന്നെ ബാക്കി 4 ഉണ്ട്, ചെറുതൊക്കെ ഉണ്ട്. ഇതിനൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് സാധാ കുറച്ച് കട്ടിയുള്ള ഒരു ഷീറ്റാണ്. സാധാ ഇതൊരു ബോക്സിൻ്റെ പീസാട്ടോ. അപ്പോൾ അതിൽ കറക്റ്റായിട്ട് നമുക്ക് ഇതിൻ്റെ മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ 10 പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കും. അപ്പോൾ ഓക്കെ, നമ്മൾ അതിൻ്റെ അടപ്പായിട്ട് ആ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഇനി നമ്മളിത് ഇവിടെ വെച്ചതിന് ശേഷം ഇത് കറക്റ്റ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ കേസ് നമ്മൾ ഈ ഒരു സ്മോക്ക് ബോംബിനുള്ള കേസ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. കേസ് എന്ന് പറയാനൊന്നുമില്ല കേട്ടോ, വളരെ സിമ്പിൾ ആയിട്ടുള്ള സംഭവം തന്നെ. അതായത് കുറച്ച് പേപ്പർ A4 ഷീറ്റ് എടുത്തതിന് ശേഷം റോൾ ചെയ്തു. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഭാഗം നമ്മൾ നന്നായിട്ട് ക്ലോസ് ചെയ്തു. അതിനുശേഷം നമ്മൾ മാസ്കിംഗ് ടാപ്പ് ഉപയോഗിച്ച് നന്നായിട്ട് ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേപോലെ 2-3 ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പേപ്പർ തന്നെ വേണമെന്നില്ല കേട്ടോ. ഇതുപോലത്തെ സംഭവം കിട്ടുകയാണെങ്കിൽ വളരെ സിമ്പിളായി, അതുപോലെ തന്നെ നല്ലൊരു കാണാൻ ലുക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ അതില്ലെങ്കിൽ പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഇനി 2 സാധനങ്ങൾ മാത്രമേ ഉണ്ടാക്കാനുള്ളൂ. ഒന്നാമത്തേത് ഇതിലേക്ക് സ്മോക്ക് വരാനുള്ള ഒരു മരുന്ന്. അതുപോലെ തന്നെ അത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിന് മുമ്പ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാനുള്ളത് ഇതിലേക്ക് തിരി വരണം, അതായത് തീ വരണമെങ്കിൽ മാത്രമേ ഇത് കത്തുള്ളൂല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മളൊരു പടക്കമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ സാധാ ഒരു തിരി കൊടുത്ത് അതിന് തീ കൊടുത്താൽ മതി. പക്ഷേ നമ്മൾ ഇതൊരു ബോംബ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു പടക്കത്തിൻ്റെ പോലെ പറ്റില്ലല്ലോ. അതായത് നമ്മൾ ഒരൊറ്റ വലിക്ക് തന്നെ തീ കത്തുന്ന രീതിയിലുള്ള ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കാം. വളരെ സിമ്പിളാക്കി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മൾ തീപ്പെട്ടി എടുത്തിട്ടുണ്ട്, പിന്നെ റബ്ബർ ബാൻഡ്, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞല്ലോ ഒരു വള എടുത്തിട്ടുണ്ട്. ഈ ഒരു 3 സാധനങ്ങൾ വെച്ചുകൊണ്ട് വളരെ സിമ്പിളാക്കി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് നേരെ അതൊന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഒരു റൗണ്ട് പീസാണിത്. ഇത് കുറച്ച് കട്ടിയുള്ളതാട്ടോ ഈ റൗണ്ട് പീസ്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ചട്ടക്കടലാസ് ഉണ്ടല്ലോ അതിൻ്റെ ഷീറ്റാണ്. അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഇതിലേക്ക് വേണ്ട ആവശ്യമായ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു തീപ്പെട്ടിക്കൊള്ളിയാണ്. തീപ്പെട്ടിക്കൊള്ളി ഒരു 6 തീപ്പെട്ടിക്കൊള്ളി എടുക്കുക. അതുപോലെ തന്നെ നമുക്ക് ഈ തീപ്പെട്ടിയുടെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അതായത് ഈ കത്തിക്കുന്ന ഈ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, നമ്മൾ ആ ഒരു ഭാഗം കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് ഇതുപോലെ കത്തിച്ച് കഴിഞ്ഞാൽ
ഇതുപോലെ കത്തിച്ച് കഴിഞ്ഞാൽ കത്താൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു കത്തുന്ന ഭാഗവും അതുപോലെ തന്നെ ഈ മരുന്നുള്ള തീപ്പെട്ടിക്കൊള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു വലിപ്പമുണ്ട്, ഇതിൻ്റെ ഈ വീതി ഉണ്ടല്ലോ, ആ വീതിയിൽ നമ്മൾ ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മൾ ഇതുപോലെ ഒരു ലൈൻ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ തീപ്പെട്ടിയുടെ ഈ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുത്തിരുന്നു. ആ ഒരു ഭാഗം കറക്റ്റായിട്ട് ഇതേപോലെ സെൻറ്റർ മടക്കി കൊടുക്കുക. ഇതുപോലെ സെൻറ്റർ മടക്കിയതിന് ശേഷം നമ്മൾ അതിൻ്റെ ആ ഒരു സെൻറ്റർ ഭാഗത്തേക്ക് നമ്മൾ ഈ ഒരു വള ഉണ്ടല്ലോ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ആ വള ഇങ്ങനെ വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മളിപ്പോൾ നേരത്തെ ഇവിടെ കട്ട് ചെയ്ത് ചെറുതായിട്ടൊരു കട്ടിങ് ഒരു മാർക്ക് ചെയ്ത ആ കട്ടിങ്ങിലൂടെ ഇതിൻ്റെ ഈ ഒരു ഭാഗം ഇങ്ങനെ കടത്തി വെച്ച് കൊടുക്കുക. ഇതുപോലെ വെച്ച് കൊടുക്കുക, ഫുള്ളായിട്ട് ഉള്ളിലേക്ക് വലിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ ഇതിൻ്റെ രണ്ട് സൈഡിലും ഈ ഒരു മരുന്നുള്ള ഭാഗം ഇങ്ങനെ ആയിട്ടുണ്ടാവും. അതിലേക്ക് നമ്മൾ നമ്മുടെ തീപ്പെട്ടി കൊള്ളി വെച്ച് കൊടുക്കുക. ഒരു 3 തീപ്പെട്ടി കൊള്ളി ഒരു ഭാഗത്തും അതുപോലെ തന്നെ ഒരു 3 തീപ്പെട്ടി കൊള്ളി നേരെ ഓപ്പോസിറ്റ് സൈഡിലും വെച്ച് കൊടുക്കുക. കണ്ടില്ലേ, ഇതേപോലെ 3 വെച്ചതിന് ശേഷം ഇവിടെ നമ്മൾ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം. നല്ല ടൈറ്റായിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 4-5 തവണ ഇങ്ങനെ ചുറ്റി തന്നെ ഇട്ട് കൊടുത്താൽ. റബ്ബർ ബാൻഡ് ഇടുന്ന ടൈമിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു തീപ്പെട്ടിക്കൊള്ളിയിൽ മാത്രം റബ്ബർ ബാൻഡ് ഇട്ടാൽ മതി കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു തീപ്പെട്ടിക്കൊള്ളിയിൽ നിന്ന് തീപ്പെട്ടിയുടെ കൂടിൽ നിന്ന് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പീസിലേക്ക് റബ്ബർ ബാൻഡ് കയറേണ്ടതില്ല, ഇതിൽ മാത്രം മതി. ഇനി നമ്മളിത് വലിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഈ തീപ്പെട്ടിക്കൊള്ളി കത്തും. അതാണ് ഈ ഒരു സിസ്റ്റം. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ജസ്റ്റ് നമുക്ക് തന്നെ ഇത് ഒന്നൊന്നല്ല കേട്ടോ, ഒരു 2-3 ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഉണ്ടാക്കിയെടുത്ത എല്ലാത്തിനും വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് വേണ്ട മരുന്ന് സെറ്റ് ചെയ്യാം. നമ്മുടെ ഈ ഒരു മരുന്ന് ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ആദ്യം തന്നെ ഒരു ഡിസ്ക്ലൈമർ പറയാം. അതായത് നമ്മൾ ഈ ഒരു പൊട്ടാസ്യം നൈട്രേറ്റും അതുപോലെ തന്നെ ഷുഗറും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് കത്തുന്ന രീതിയിലുള്ള ഒരു സംഭവം ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ കുട്ടികൾ ആരും ചെയ്ത് നോക്കരുത്. അപ്പോൾ നമ്മളിവിടെ ഒരു ബീക്കർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്യാൻ പോവാണ് പൊട്ടാസ്യം നൈട്രേറ്റും അതുപോലെ തന്നെ ഷുഗർ പൊടിച്ചതും അതുപോലെ തന്നെ നമ്മുടെ ബേക്കിംഗ് സോഡയും. അപ്പോൾ ബേക്കിംഗ് സോഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് പുക വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു അളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 55 ഗ്രാം പൊട്ടാസ്യം നൈട്രേറ്റ് എടുക്കുന്ന സമയത്ത് 45 ഗ്രാം ഷുഗർ പൊടിച്ചതും അതുപോലെ തന്നെ ഒരു 7 ഗ്രാം ബേക്കിംഗ് സോഡയാണ് ഇടേണ്ടത്. പക്ഷേ നമ്മളിവിടെ കറക്റ്റ് അളവ് നോക്കുന്നില്ല, നമ്മൾ ഗ്രാമിൻ്റെ അളവ് നോക്കുന്നില്ല, ഒരു ടേബിൾ സ്പൂൺ വെച്ചിട്ട് ഇട്ടെടുക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഇതിന് മുമ്പ് ചെയ്ത് നോക്കിയിട്ട് അത് സക്സസ് ആയതാണ്. അതുകൊണ്ട് ആ ഒരു അളവിൽ തന്നെ ഇടാം. പൊട്ടാസ്യം നൈട്രേറ്റ് 2 രീതിയിൽ വാങ്ങാൻ കിട്ടും. അതായത് പൊടിയായിട്ടും കിട്ടും, അതുപോലെ തന്നെ പൊടി ഇല്ലാതെയും കിട്ടും. നമ്മൾ പൊടിയാകുന്നത് വാങ്ങുന്നതാണ് ഏറ്റവും ബെറ്റർ. 5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ 5 ടേബിൾ സ്പൂൺ പൊട്ടാസ്യം നൈട്രേറ്റ് ഇട്ടു. അതിലേക്ക് നമ്മൾ ഇനി 4 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചിട്ട് കൊടുക്കാം. അടുത്തായിട്ട് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ബേക്കിംഗ് സോഡയാണ്. അതായത് അപ്പക്കാരം എന്നൊക്കെ പറയുന്ന ബേക്കിംഗ് സോഡ 1 ടേബിൾ സ്പൂൺ കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ടേബിൾ സ്പൂൺ പൊട്ടാസ്യം നൈട്രേറ്റ്, അതുപോലെ തന്നെ 4 ടേബിൾ സ്പൂൺ ഷുഗർ പൗഡർ, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മളിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു മിക്സ് നമ്മൾ കുറച്ച് ഏകദേശം ഒരു 1/2 ടീസ്പൂൺ നമ്മളിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് തീ കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ നോക്കാം. കണ്ടോ, ഇതുപോലെ പുക വരും. അപ്പോൾ അതാണ് നമ്മൾ ഇനി അതിൽ നിറക്കാൻ പോകുന്നത്. ഈ ഒരു കേസ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇത്രയും സാധനം നമ്മൾ ഫില്ല് ചെയ്യുന്നില്ല. അപ്പോൾ അതിന് വേണ്ടി ആദ്യം കുറച്ച് പേപ്പർ കഷ്ണം ഇട്ട് കൊടുക്കട്ടെ. അതിൻ്റെ മുകളിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് നമ്മൾ ഇതിനുണ്ടാക്കിയിരിക്കുന്ന ആ ഒരു തീ വരാനും അതുപോലെ തന്നെ അതിന് അടപ്പും കൂടിയായിട്ട് ഉപയോഗിക്കുന്ന ഈ ഒരു സംഭവം ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മളിവിടെ നന്നായിട്ട് നമ്മുടെ മാസ്കിംഗ് ടാപ്പ് ഉപയോഗിച്ച് ചുറ്റി കൊടുക്കണം. അപ്പോൾ ഓക്കെ, നമ്മുടെ ബോംബ് റെഡി ആയിട്ടോ. ഇതാണ് വലിച്ചു കഴിഞ്ഞാൽ ഇത് പൊട്ടും. അപ്പോൾ ഇത് വലിച്ചിട്ട് നേരെ എറിയണം. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ജസ്റ്റ് ഇത് ചെറുതായിട്ടൊന്ന് കളർ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്മോക്ക് ബോംബ് എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതായത് ഒരു വലിയൊരു സ്മോക്ക് ബോംബ് ഉണ്ട്, ഇതാണ് കളർ ചെയ്തിട്ടുള്ളൂ, ബാക്കിയൊന്നും കളർ ചെയ്തിട്ടില്ല. ഓക്കെ, ഇതെല്ലാം റെഡിയാണ്. എല്ലാത്തിൻ്റെയും ഈ ഒരു കാഞ്ചി ഉണ്ടല്ലോ, ഇത് കാഞ്ചി എന്ന് എന്താ പറയുക, ഈ റിങ് വലിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഫുള്ള് അത് വർക്ക് ചെയ്യും. അപ്പോൾ ഇനി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ ഇതിൻ്റെ ആ ഒരു ടെസ്റ്റിങ്ങിലേക്ക് കിടക്കാം. അതുപോലെ തന്നെ ഇത് ജസ്റ്റ് നമ്മൾ ഇതിൻ്റെ സംഭവം മനസ്സിലായില്ലേ, അതായത് ഇത് വലിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ ആ തീപ്പെട്ടിക്കുള്ളിൽ കത്തും. അതിനുശേഷം നമ്മുടെ ആ ഒരു പൊട്ടാസ്യം നൈട്രേറ്റും ഷുഗറും അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയും മിക്സ് ചെയ്ത ആ ഒരു മിക്സിലേക്ക് വീഴും. അതോടുകൂടി അവിടെ പുകയാവും. നേരത്തെ നിങ്ങൾ കണ്ടല്ലോ, കുറച്ച് ഒരു ടീസ്പൂണിൽ ഞാൻ എടുത്ത് ആ ഒരു മരുന്ന് കത്തിച്ചപ്പോൾ ഉണ്ടായത്, അതിൻ്റെ വലിയൊരു സംഭവം ഉണ്ടാവും. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് നേരെ ഓരോന്നായിട്ട് നമുക്ക് കത്തിച്ച് നോക്കുകയല്ല, ഓരോന്നായിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, റെഡി, 1 2 3.
ഓക്കെ, റെഡി, 1 2 3. കണ്ടോ, ഇതാണ് സംഭവം. വളരെ സിമ്പിൾ ആയതുകൊണ്ട് ഇതങ്ങോട്ട് വലിച്ചെടുത്തു. ഇത് വലിച്ചെടുത്ത സമയത്ത് തന്നെ നമുക്ക് ഇത് കത്തി സ്മോക്കായി. അപ്പോൾ ഓക്കെ, നമ്മൾ അടുത്തത് കൂടി ടെസ്റ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ചെറുതൊക്കെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു, ഒക്കെ സക്സസ് ആട്ടോ. അപ്പോൾ ഇതിൽ കുറച്ചും കൂടി നമ്മൾ മരുന്ന് ആഡ് ചെയ്തിട്ടുണ്ട്, കുറച്ച് വലുതാണ്. അപ്പോൾ ഇതും കൂടി നമുക്ക് നോക്കാം. ജസ്റ്റ് നമ്മളിതാ ഇവിടെ പിടിക്കുക, അതിനുശേഷം ഇത് നല്ല സ്പീഡിൽ വലിക്കുക. ആ ടൈമിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ഉള്ളിലുള്ള തീപ്പെട്ടിക്കൊള്ളി അതിൻ്റെ ആ മരുന്നിലേക്ക് വീഴും, കത്തിയിട്ട് വീഴും. അതോടുകൂടി ആ ഒരു പൊട്ടാസ്യം നൈട്രേറ്റും അതുപോലെ തന്നെ ഷുഗറും പിന്നെ ബേക്കിംഗ് സോഡയും ഇതിലേക്ക് രണ്ടും കൂടി മിക്സ് ചെയ്ത് അതിലേക്ക് ആകുമ്പോൾ പുക വരും. അത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, റെഡി, 1 2 3. കണ്ടോ, കണ്ടോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എങ്ങനെ സ്മോക്ക് ബോംബ് ഉണ്ടാക്കാമെന്ന് കാണിച്ചത്. അപ്പോൾ അതിൽ മിക്സ് ചെയ്ത് ഒന്നും കൂടി പറയാം. അതായത് പൊട്ടാസ്യം നൈട്രേറ്റ് 5 ടേബിൾ സ്പൂൺ എടുത്തു. ആ ടൈമിൽ തന്നെ 4 ടേബിൾ സ്പൂൺ ഷുഗർ പൗഡർ, അതായത് പഞ്ചസാര പൊടിച്ചത് എടുത്തു. പിന്നെ അതിലേക്ക് നമ്മൾ പുക നന്നായിട്ട് വരാൻ വേണ്ടിയിട്ട് ബേക്കിംഗ് സോഡ ഇട്ടു. അതായത് നമ്മൾ ഈ ഒരു പൊട്ടാസ്യം നൈട്രേറ്റും അതുപോലെ തന്നെ ഷുഗറും കൂടി ചേർന്ന് കഴിഞ്ഞാൽ കത്താണ് ചെയ്യുക. അതായത് ഷുഗർ മാത്രം കത്തിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു കാർബണായി മാറും. പക്ഷേ പൊട്ടാസ്യം നൈട്രേറ്റും കൂടി ആകുന്ന സമയത്ത് അതൊരു നല്ലൊരു കത്തിൽ തന്നെ സംഭവിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരും ചെയ്ത് നോക്കൊന്നും വേണ്ട. ഈ ചെയ്ത് നോക്കുകയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ജസ്റ്റ് ആ ഒരു സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആ ഒരു സ്മോക്ക് ബോംബ് പറഞ്ഞാൽ നല്ല സ്മോക്ക് ഉണ്ട്, നല്ലൊരു ഏരിയയിൽ തന്നെ സ്മോക്കായി വന്നു. നമ്മൾ എത്രത്തോളം അതിലേക്ക് മരുന്ന് ആഡ് ചെയ്യുന്നു അതിനനുസരിച്ച് സ്മോക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു വർക്കിംഗ് ഉണ്ടല്ലോ, ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഒന്ന് പേടിച്ചിരുന്നു, ആ ഒരു വർക്ക് ആവുമോ ഇല്ലയെന്ന് ഒരു ഐഡിയ ഇല്ലായിരുന്നു. അതായത് നമ്മുടെ ആ തീപ്പെട്ടിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത്. പക്ഷേ നമ്മൾ 4 ഉണ്ടാക്കിയത് 4 ഒറ്റ ട്രെയിൽ തന്നെ സക്സസ് ആയി. അപ്പോൾ ഇനി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ ഇനി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. നമ്മുടെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നല്ലൊരു കണ്ടന്റുമായിട്ട് വീണ്ടും കാണാം. ബൈ.